നാട്ടുകാരുടെ അമ്പലമാ കുമ്മിടിക്കുട്ടന്റെ തോന്നിയാസം അമ്പലത്തിൽ വേണ്ടട്ടോ നാട്ടുകാർക്ക് ശല്യമുള്ള പാട്ടവിടെ ഉച്ചത്തിൽ വേണ്ടട്ടോ UDF സിന്ദാബാദ് ഇപ്പോൾ ഈ ഒരു പ്രചരിക്കുന്ന വീഡിയോ UDF പ്രവർത്തകർ അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നതിനെതിരെ എന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും അവിടെ ഉണ്ടായ സംഭവം? അത് ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റേ ഒരു കുടുംബ അമ്പലത്തിലെ പൂജാരി കൂടിയായിട്ടുള്ള നമ്പൂരിയായിട്ട് ആ അമ്പലത്തിലെ ആളുകളുമായിട്ട് കുറേ തർക്കങ്ങളുണ്ട്. മഞ്ചേരി മുനിസിപ്പൽ കോടതിയിൽ തർക്കമുണ്ട്, അതുപോലെ തന്നെ RDO കോടതി തർക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ അമ്പലത്തിലെ തൊട്ടടുത്തുള്ള മറ്റു അമ്പലത്തിലെ പൂജാരിയായ ആ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് BJPയുടെയും CPMൻ്റെയും ആളുകൾക്ക് ചാർജുള്ള സമയത്ത് ആ ഭക്തിഗാനത്തിൻ്റെ സൗണ്ട് അമിതമായി കൂട്ടിവെക്കുക എന്നുള്ളൊരു പരാതി അദ്ദേഹം നിലവിൽ കേസും ഇടവണ്ണ പോലീസ് സ്റ്റേഷനിലടക്കം പരാതി കാര്യങ്ങളൊക്കെ ഇതിൽ ആ അപ്പോൾ അതിന് ഒരു അറുതി വരുത്തണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരോ മുസ്ലിങ്ങളോ തന്നെ ഇല്ല. ആ മുദ്രാവാക്യം വിളിച്ച 4-3 കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഹിന്ദു സഹോദരങ്ങളായ എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ മുദ്രാവാക്യം വിളിക്കേണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അമ്പല കമ്മിറ്റിയിലുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അമ്പല കമ്മിറ്റിയുള്ള CPMൻ്റെയും BJPയുടെയും ആളുകൾ ഈ തൊട്ടടുത്തുള്ള കുടുംബ അമ്പലത്തിലെ പൂജാരി ആയിട്ടുള്ള നമ്പൂതിരിക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തരുത്, അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കരുത്, രാഷ്ട്രീയമായി അദ്ദേഹത്തെ ശല്യം ചെയ്യരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അതിൽ മുസ്ലിങ്ങളില്ല, മുസ്ലിം ലീഗുകാരനുമില്ല. UDFൻ്റെ പ്രവർത്തകർ ഇത് ഇങ്ങനെ റീൽസാക്കി ഇത് വലിയ രീതിയിൽ മതേതരത്വത്തിന് അതുപോലെ തന്നെ അമ്പലത്തിലെ പാട്ടിനെതിരെ ഭക്തിഗാനത്തിനെതിരെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ UDFൻ്റെ പ്രവർത്തകർ ചെയ്യുകയാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കി ചെയ്യുമെന്നുള്ള അർത്ഥത്തിലുള്ള പ്രാദേശികമായുള്ള ഒരു വിഷയം അത് ഇവർ CPMൻ്റെ ആളുകളും BJPയുടെ ആളുകളും ഇത് റീൽസാക്കി വലിയ രീതിയിൽ പ്രചരിപ്പിക്കുമെന്ന് സഹപ്രവർത്തകരായ ആളുകൾ കരുതിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ആരും ഈ പാട്ട് വയ്ക്കുന്നതിനെതിരല്ല, ശബ്ദം മാത്രം ഈ പാട്ട് വെക്കുന്നതിനോ അതിനൊന്നും ആരും എതിരല്ല. ഈ ഒരു പൂജാരി, ഒരു അമ്പലത്തിൻ്റെ പൂജാരി കൂടിയായിട്ടുള്ള ഈ നമ്പൂതിരി വീടിന് ശല്യമുണ്ടാക്കരുത്, അത് BJPയുടെയും CPMൻ്റെയും ആളുകൾ ചാർജുള്ള സമയത്ത് അമ്പലത്തിൽ ചാർജുള്ള സമയത്താണ് ഉണ്ടാകുന്നത്. അത് ഈ രാഷ്ട്രീയമായി അമ്പലത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് മാത്രമേ കോൺഗ്രസിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിലെന്താ വെച്ചാൽ അവരെ സൗണ്ട് കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് താമസിക്കുന്ന നമ്പൂതിരി കുടുംബം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിലും മുഖ്യമന്ത്രിൻ്റെ പോർട്ടറിലും DYSPക്കും RDO കോർട്ടിലൊക്കെ കേസ് നടക്കുന്നുണ്ട്. അവർ ഭൂമി അമ്പലം അവർ പറയുന്നത് നമ്പൂരിൻ്റെ സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിട്ട് കിട്ടാൻ വേണ്ടി അവർ മുനിസിപ്പൽ കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. ഈ ശബ്ദത്തിനെതിരെ കൊടുത്തു. അങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ വന്ന് അവിടെ ചെക്ക് ചെയ്തപ്പം പിന്നെ ജാസ്തി സൗണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ 50 ഡെസിബലിലേറെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറും ഉണ്ട്. അതിന് 50 ഡെസിബൽ വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവർ ചില വ്യക്തികൾ വരുമ്പം മാത്രം ആണ് ഇവർക്ക് ഈ ശല്യം. അവിടെ നമ്പൂരിക്കും ഭാര്യയ്ക്കും സുഖമില്ല, ചെറിയ കുട്ടിയുള്ള വീടാണ്. തൊട്ടടുത്തുള്ള ആൾക്കാർക്കും ഇതുകൊണ്ട് ശല്യമുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ ഇതിൽ ചുറ്റിപ്പറ്റിയൊരു ക്ഷേത്രത്തിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ രാവിലെ കുട്ടികൾക്ക് പരീക്ഷ സമയത്ത് പഠിക്കാൻ, അതേമാതിരി രോഗികൾ, ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ ബുദ്ധിമുട്ടാണ് ഈ സൗണ്ട് കേട്ട കുട്ടികളിലേക്കും. ഇതിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പും ഈ ക്ഷേത്രത്തിലെ പാട്ടുമായിട്ട് എങ്ങനെ ബന്ധം വരുന്നത്? അതിലൊരു ബന്ധമില്ല. ഇത് തെരഞ്ഞെടുപ്പും ക്ഷേത്രമായിട്ടൊന്നും ഒരു ബന്ധമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ പോയി ഞങ്ങൾ UDF സെറ്റപ്പിൽ മത്സരിച്ചു, ഞാൻ ജയിച്ചു. അല്ലാതെ അതും അമ്പലമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച സമയത്ത് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള പ്രവർത്തകരുണ്ടായിരുന്നു കൂടെ. അപ്പം അവരാവേശത്തിൽ അങ്ങനെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തകരുടെ വിചാരം കൊണ്ട് അവർ പറഞ്ഞതായിരിക്കും അല്ലേ? ഇതെന്താ വെച്ചാൽ അവർക്കുള്ള ബുദ്ധിമുട്ടാണത്. ബുദ്ധിമുട്ട് ഇപ്പം വെച്ചാൽ നാട്ടിലമ്പലം വെച്ചിട്ട് അവിടെ നിന്ന് ഇവർ നേരിട്ട് പറയുമ്പോൾ ഒരു സംഘർഷം വിരോധം വേണ്ട വെച്ചിട്ടാണ് അവരിങ്ങനെ ഒരു വേദി കിട്ടിയപ്പോൾ അതിലാ പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. നിലവിലവിടെ ഇത് സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് നീ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളവിടുത്തെ മെമ്പർ കൂടിയാവുന്ന സാഹചര്യം ഇതിൽ അവിടെ പ്രത്യേകിച്ച് അവിടെ ഒരു ഇഷ്യൂ ഇല്ല. ഇത് ഈ മാധ്യമങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നാട്ടിൽ ഇതിന് വലിയൊരു പ്രശ്നമില്ല. ഈ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കുന്നതിനെതിരെ ഉള്ളൊരു മുദ്രാവാക്യം വിളിയും പ്രതിഷേധമൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അത് ആര് ചെയ്തതാണ്? അവിടെ അങ്ങനെ പാട്ട് വയ്ക്കുന്നതിന് ആർക്കെങ്കിലും തടസ്സമായിട്ടുള്ളതുണ്ടോ? ഇവിടെ പാട്ട് വയ്ക്കുന്നതിന് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളിലായി ഒരു പരാതി നടക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് തൊട്ടടുത്തുള്ളൊരു കുടുംബം തന്നെ
അത് നമുക്ക് പറയുന്നത് നമ്പൂതിരി ഫാമിലി തന്നെയാണ്. അപ്പോൾ അവർ നിരന്തരം പരാതി കൊടുക്കുന്ന ഒരു വിശേഷത്തിലുണ്ട്. മൊത്തം നാട്ടുകാർക്ക് ഒന്നും വിഷയമൊന്നുമില്ല ഈ ഒരു കുടുംബം. അതിൻ്റെ പേരിൽ ഒരു ലൗഡ് സ്പീക്കറിനൊരു പരാതി ആദ്യം വന്നിരുന്നത്. അപ്പോൾ ലൗഡ് സ്പീക്കർ അലൗഡ് അല്ലല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് ഒഴിവാക്കുകയും പിന്നീട് നിയമാനുസൃതമായ ബോക്സ് വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ പാട്ടോട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഒരു ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു. ആഹ്ലാദ പ്രകടനത്തിൽ ഈ പാട്ടുമായി ബന്ധപ്പെട്ടൊരു പ്രകടനത്തിലൊരു സംസാരം വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നത് അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും തെറ്റായ വിവരം അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ UDFൻ്റെ ഒരു പ്രകടനം, അത് പറയാം, സോഷ്യൽ മീഡിയയിൽ UDF തന്നെ വിളിക്കുന്നുണ്ട്. പ്രകടനം നടന്നു. ആ പ്രകടനമൊക്കെ പിരിഞ്ഞു പോയി. കുറച്ചത് കഴിഞ്ഞ് അതിൽ നിന്നുള്ള 3-4 പേര് നിന്നുകൊണ്ടൊരു മുദ്രാവാക്യം വിളിക്കാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയമാണിത്. കാരണം അതിപ്പോൾ UDFൻ്റെ നേതൃത്വം അത് അറിഞ്ഞുകൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ പല മാധ്യമങ്ങളിലും ഓൺലൈനിലും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലൊക്കെ കണ്ടു മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ആണത് വിളിച്ചത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണത് വിളിച്ചത് എന്നുള്ളൊരു വ്യാപകമായിട്ട് ശരിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം തെറ്റായൊരു കാര്യമാണ്. കാരണം ഒരു 3-4 ആൾ എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവർ തന്നെയാണത്. അല്ലാതെ അതൊരു പാർട്ടിയുടേതാണല്ലോ, അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിന്ന് കിട്ടിയ ആഹ്വാന പ്രകാരം ഒന്നും അല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയത്തിൻ്റെ പേരിൽ അന്ന് ആ പ്രകടനത്തിനകത്ത് അമ്പലത്തിനെതിരെ പാട്ട് വയ്ക്കുന്നതിനെതിരെ, പാട്ട് നിർത്തുന്നതിനെതിരെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പരാതിക്കാരുടെ ഒരു ഇത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നൊരു സാഹചര്യമാണ് നടക്കുന്നത് അവർക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് എല്ലാ മതസ്ഥരും, ഇപ്പോൾ ഹൈന്ദവരാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാവരും വളരെയധികം സഹായം തന്നുകൊണ്ടാണ് ഈ ക്ഷേത്രം നടന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മതേതരത്വ സ്വഭാവമുള്ള നാടാണിത്. അതുപോലെ തന്നെ ഈ നാട്ടിൽ ഇതുമായിട്ടൊരു വിഷയമില്ല. അതിൻ്റെ സത്യാവസ്ഥ നാട്ടിൽ അറിയുന്നതുകൊണ്ടാണ്. പക്ഷേ പല ആളുകളും ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, പല സ്ഥലത്തു നിന്ന് എന്താണ് വിഷയം, എന്താ ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഒരു ഫോൺ വന്നതാണ്. പക്ഷേ ഈ നാട്ടിൽ ഇതേ പറ്റിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളല്ല. അതുപോലെ തന്നെയാണ് ഈ വിഷയം അറിഞ്ഞുകൂടെ തന്നെ ക്ഷേത്ര കമ്മിറ്റി നേരിട്ട് ഇതൊരു വേറെ ദിശയിലേക്ക് പോകരുതെന്ന് കണ്ടുകൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റി നേരിട്ട് മീറ്റിംഗ് വിളിച്ച് കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വന്ന് സംസാരിച്ചു. അവരടുത്ത് പറ്റിപ്പോയതാണെന്നുള്ളതും അത് ഖേദിക്കുന്നു എന്നുള്ളതും അതിന് ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പ്രയാസങ്ങളും ഉണ്ടാക്കരുത് ക്ഷേത്ര കമ്മിറ്റി എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാട്ടിൽ ഇതിനെക്കുറിച്ചൊരു വർഗീയ പ്രചരണങ്ങളോ ഇല്ല. ഇത്തരം പ്രചരണങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് നടത്തുന്നത് ഇപ്പോൾ ഹൈന്ദവർ എന്നുള്ളതല്ല, മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ് ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ എന്താ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ നേതൃത്വം ഇടപെട്ട് എത്രയും പെട്ടെന്ന് അവരെ പിന്തിരിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത് പറഞ്ഞ പോലെ തന്നെ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരിക്കലും നമ്മളുടെ നാട്ടിൽ നമ്മുടെ ദൈവത്തിന് സ്വന്തം എന്ന നാടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും ഒരു ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായിട്ട് നമ്മൾ ഈ പ്രചരണത്തെ നമ്മളെ ക്ഷേത്ര കമ്മിറ്റി നിർഗാതം അതിനോടൊരു പ്രതിഷേധം ഈ വ്യാപകമായിട്ട് നടക്കുന്ന പ്രചരണത്തെ നമ്മൾ തള്ളിക്കളയാണ്. കാരണം എന്താ വെച്ചാൽ അത് ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കരുത് എന്ന മുദ്രാവാക്യവുമായി UDFൻ്റെ പ്രവർത്തകർ കൊടി പിടിച്ചു പോകുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. അന്വേഷിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ പാട്ട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഒപ്പം നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ താങ്കളെ മാനസികമായിട്ടും പിന്തുണയ്ക്കുന്നവരാണ് ആ ഒരു മുദ്രാവാക്യം വിളിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരിക്കും എന്താണ് ഈ വിഷയത്തിലുണ്ടായിട്ടുള്ളത്? ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് അമിതമായിട്ട് ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അത് ക്ഷേത്ര സമിതി മുഴുവൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഇതേപോലെ പല സമയത്തും അവരോട് നേരിട്ട് പറഞ്ഞു. എടവണ്ണ പോലീസ്, DGP വരെയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു. അപ്പോൾ പരാതി കൊടുക്കുമ്പം ഇവർ കണ്ടമാനം പരാതി കൊടുത്ത് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ടോൺ വരുന്നത്. അവസാനം ഇപ്പം RDOയുടെ അടുത്ത് പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് തഹസിൽദാരുടെ അടുത്ത് നിന്ന് 50 ഡെസിബലിൻ്റെ താഴത്തെ വെക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവർ 50 ഡെസിബൽ ക്രമീകരിച്ചത് ആംപ്ലിഫയറിൻ്റെ മുകളിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് പകുതി വോളിയം കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ കാണിച്ചു കൊടുത്തത്. യഥാർത്ഥത്തിൽ 50 ഡെസിബൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദമാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല.
അതായത് പല രീതിയിൽ സുഖമില്ലാത്ത അച്ഛനും അമ്മയും അതേപോലെ ചെറിയ കുട്ടിയൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഇത്രയും 10-20 മീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ ബോക്സ് നമുക്ക് ശല്യമാണെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതിൽ പാട്ട് വെക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരാണ്, സ്വാഭാവികമായി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അമിതമായിട്ടുള്ള ശബ്ദം ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ അത് തിരിച്ച് അതിൻ്റെ ഡയറക്ഷൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞു, അതവർ സമ്മതിക്കുന്നില്ല. അതിന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്, തഹസിൽദാർ പറഞ്ഞിട്ടുണ്ട്, ആര് പറഞ്ഞാലും അവരതിന് തയ്യാറല്ല. പിന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് 67 ഡെസിബൽ, അത് കൂടുതലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളെല്ലാവരും കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അനുഭവമുള്ള, അതേപോലെ ഇതിൻ്റെ മുന്നിലുള്ള കുറച്ച് വീട്ടുകാരും കൂടിയാണ് അന്ന് പ്രകടനം നടത്തിയത്. ആ പ്രകടനം നടത്തിയാൽ ഇതിൽ പറയുന്ന അത്ര വൈറലായിട്ടുള്ള അത്ര മുസ്ലിം തീവ്രതയോ മുസ്ലിങ്ങളോ അങ്ങനെ ആരും അതിനകത്തില്ല. ഞങ്ങളുടെ പരാതിക്ക് അവർ സപ്പോർട്ട് ചെയ്തതാണ്, അതിൻ്റെ ബാക്കിയായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കുന്നതിനോ പൂജ കഴിക്കുന്നതിനോ ഒന്നിനോ നമ്മളാരും എതിരല്ല. അത് ഇങ്ങോട്ട് കണ്ടറിയാം, വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ, എറൗണ്ട് 15-20 മീറ്ററിൻ്റെ താഴത്തേ ഉള്ളൂ ബോക്സുമായിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് ആംപ്ലിഫയറിലൂടെ എങ്ങനെ വന്നാലും അമിതമായിട്ടുള്ള ശബ്ദവും അത് ഈ 2-3 വ്യക്തികളുടെ പ്രശ്നമാണ്. ഇവിടെ ഉത്സവം നടന്ന സമയത്ത് ഇതേപോലെ സ്റ്റേജിൽ പ്രോഗ്രാമിന് വന്ന പലരും പറഞ്ഞു, ഒരാഴ്ച പ്രായമുള്ള കുട്ടിയുള്ള വീടാണ്, ശബ്ദം കുറച്ച് വെച്ചോളൂ പ്രോഗ്രാമിനെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു 5-6 ആൾക്കാർക്ക് എന്താ വെച്ചാൽ ശബ്ദം പോരാ, പരമാവധി വെക്കണം എന്ന് പറഞ്ഞു. ഈ മുന്നിൽ കാണുന്ന ഈ ചെറിയൊരു ഏരിയ ആണ് ഇവരുടെ ഓഡിറ്റോറിയം സെറ്റപ്പ്. അതിലേക്ക് 5000-10000 വാട്ട്സ് ബോക്സ് കൊണ്ടുവന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ തായമ്പക വരെ ചില സമയങ്ങളിൽ ഈ ബോക്സിലേക്കും കൊടുക്കും. അപ്പം ചുറ്റുവട്ടത്തുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശബ്ദമലിനീകരണത്തിൻ്റെ പരാതിയിൽ എന്തെങ്കിലും അനുകൂല നിലപാട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് 50 ഡെസിബലിൻ്റെ താഴെ വെക്കാവൂ, അല്ലാതെ വന്നു കഴിഞ്ഞാൽ സീസ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയാണ്. സ്പീക്കർ തിരിച്ച് അങ്ങോട്ട് വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഡയറക്ഷനിൽ നിന്ന് മാറ്റി വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും ചെയ്തിട്ടില്ല, ഒന്നും പാലിച്ചിട്ടില്ല. ഇവർ ക്ഷേത്ര സമിതി ഒരു ഉദ്യോഗസ്ഥർ പറയുന്നതും പാലിക്കാതെ ഈ ക്ഷേത്ര സമിതിയിൽ തന്നെ ഈ 2-3 വ്യക്തികൾക്കാണ് പ്രശ്നം. ബാക്കി പല ദിവസം പല ആളുകളാണ് വരുന്നത്. സ്വാഭാവികമായും പലരും സൗണ്ട് കുറച്ചാണ് വെക്കുന്നത്, ഞങ്ങൾക്ക് പരിഗണന തരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ക്ഷേത്ര സമിതി നീതി കിട്ടേണ്ടത് ഈ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നിന്നാണ്. അത് വെക്കുന്നത് ഈ 2-3 കുറച്ച് വ്യക്തികൾ വരുന്ന ദിവസങ്ങളിലാണ്. ഒരു വാശി തീർക്കുന്ന പോലെയാണ്. ഒരു പ്രാവശ്യം ഇത് കിഴക്കോട്ട് തിരിച്ചു വെച്ചിരുന്നു. നിങ്ങൾക്ക് സംബന്ധത്തിൽ നിങ്ങൾക്ക് ശല്യം അവരത് പാട്ടെന്താ വെച്ചാൽ വെച്ചോട്ടെ എന്നുള്ളത് അത്ര തന്നെയുള്ളൂ. അല്ലാതെ ഇവിടെ പാട്ട് നിരോധിക്കണമെന്നോ നിർത്തലാക്കണമെന്നോ അങ്ങനത്തെ പാട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ കേൾക്കുന്ന രീതിയിൽ വെച്ചാൽ അത്രയും സന്തോഷം. അത് അടുത്ത വീടുകളിലേക്ക് അവർക്ക് ശല്യം ഉണ്ട്, പല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വയ്യാതിരിക്കുന്ന വേറെ ആളുകളുണ്ട്, ചെറിയ കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മാനസിക ക്ഷേത്രത്തിലെ ശാന്തിക്കാരാണ്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളും കമ്മിറ്റിക്കാരോട് പറയലും നിങ്ങളത് ഒച്ച കുറച്ച് വെച്ച് കൊടുക്കണം എന്നാണ്. അപ്പോൾ അതുപോലെ ഒരു സമീപനമാണ് ഇവരടുത്ത് പ്രതീക്ഷിക്കുന്നത്. കുറേ കാലമായിട്ട് ഞങ്ങൾ പറയുന്നത് 2022 മുതൽ ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഡയറക്റ്റ് കമ്മിറ്റിയായിട്ട് സംസാരിക്കുന്നുണ്ട്, നാട്ടിലെ പല പാർട്ടിക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. UDF മാത്രമൊന്നുമല്ല, മുന്നേ പാർട്ടികൾ മറ്റ് പാർട്ടികളും സംസാരിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞാലും ഈ വ്യക്തികൾ 2-3 ആളുകൾക്ക് ഇത് എത്രയായാലും അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവർ തന്നെയാണ് ഇതേ വർഗീയ ചുഴയുള്ള രീതിയിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളാണ് ആ മുദ്രാവാക്യം വിളിച്ച ആളുകൾ അല്ലേ? അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി പിന്നെ കഴിഞ്ഞ എടവണ്ണ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഭരണം കിട്ടിയതിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രകടനം വിളിച്ചത്. അപ്പം ഇപ്പോൾ ഒരു വിവാദം വന്നിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിനെതിരെ പിന്നെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. എങ്ങനെ ശരിക്കും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അമ്പലത്തിനെതിരെ ഞങ്ങളതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യത്തിൽ അമ്പലത്തിൽ പാട്ട് വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയല്ല, പിന്നെ ശബ്ദം കുറയ്ക്കണം എന്നില്ല, അതും നിയമാനുസൃതമായ, അല്ലാതെ അമ്പലത്തിൽ പാട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല, പിന്നെ ശബ്ദം കുറയ്ക്കണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരല്ലേ? ഞങ്ങളെല്ലാവരും കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇതിൽ ലീഗിൻ്റെ ഒരു വ്യക്തികളും ഇതിലില്ല. പ്രത്യേകിച്ച് ഈ കുളപ്പാട് ലീഗ് എന്ന് പറയുന്ന ഇതില്ല, സംവിധാനമില്ല, കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് വളച്ചൊടിച്ച് കൊണ്ടുവന്നുള്ളത്. അതുമല്ല, തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളെല്ലാവരും മുൻകൈ എടുത്തിട്ട് തന്നെയാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം ഈ രൂപത്തിൽ പോകുന്നതും. ഇപ്പോഴും ഞങ്ങൾ നല്ല സഹകരണത്തോടു കൂടിയ തന്നെയാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ വേണം, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവരും വിശ്വാസികളാണ്. പിന്നെ വിശ്വാസികളല്ലാത്തവർ ആരും ഇതിലില്ല. തെറ്റായ പ്രചരണമാണ് നിങ്ങളിത് അടർത്തിയിട്ട് തെറ്റായ പ്രചരണം ഞങ്ങളിരുന്ന് അടർത്തിയെടുത്തിട്ട് തെറ്റായ പ്രചരണമാണ് ഇപ്പം പുറത്ത് നടക്കുന്നത്. മാത്രമല്ല, അമ്പല കമ്മിറ്റി കൂടിയിട്ട് പിന്നെ ഈ പ്രശ്നം പറഞ്ഞു തീർത്തതാണ്. നാട്ടിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സൗഹാർദ്ദത്തിൽ പോകുന്ന സംവിധാനമായിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ
അതിനുശേഷം ഈ എല്ലാവരും അമ്പലം സന്ദർശിക്കുകയും പിന്നെ അമ്പലത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് ഹൈന്ദവ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ ഞങ്ങൾ എടവണ്ണയിലെത്തി. കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഈ സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കമ്മിറ്റിയും പരിസരവാസിയായ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരിയുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയൻ നമ്പൂതിരി കമ്മിറ്റിക്കെതിരെ പോലീസിലും മറ്റും പരാതി നൽകിയിരുന്നു. ചില പ്രശ്നങ്ങൾ കോടതി വരെയും എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ ചിലർ BJPയുടെ സ്ഥാനാർത്ഥികളായി ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. ജയൻ നമ്പൂതിരിക്കൊപ്പം നിൽക്കുന്നത് UDFൻ്റെ അനുഭാവികളും. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDFന് വലിയ വിജയം ലഭിച്ചപ്പോൾ UDF അനുഭാവികൾ ക്ഷേത്രത്തിലെ പാട്ട് വയ്ക്കുന്നതും അവരുടെ ആവേശത്തിൽ, ജയിച്ചതിൻ്റെ ആവേശത്തിൽ മുദ്രാവാക്യമായി പറഞ്ഞു പോവുകയായിരുന്നു. അല്ലാതെ അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നതിനെതിരെയല്ല UDF എന്ന് മുദ്രാവാക്യം വിളിച്ചവരും പ്രദേശത്ത് ജയിച്ച കോൺഗ്രസിൻ്റെ മെമ്പറും എടവണ്ണയിലെ UDF നേതൃത്വവും വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ജയൻ നമ്പൂതിരിക്ക് പറയാനുള്ളത് ഇതാണ്. കമ്മിറ്റിയിലെ ചിലർക്കാണ് ഈ പാട്ട് വയ്ക്കുന്നതിൽ പിടിവാശിയുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോടതിയുടെ മുൻപിലാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, മുദ്രാവാക്യം വിളിച്ചതിന് മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കേണ്ടതില്ല. അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നതിന് തടസ്സമായിട്ടല്ല, ഒരു വർഗീയ ശക്തിയുമല്ല ഈ മുദ്രാവാക്യം വിളിച്ചതെന്നും ജയൻ നമ്പൂതിരിയും പറയുന്നു. ക്ഷേത്ര കമ്മിറ്റിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. മുദ്രാവാക്യം വിളിച്ചവരിൽ മുസ്ലിങ്ങളില്ല, മുസ്ലിം ലീഗുകാരില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ് ഈ വിഷയത്തിൽ അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. അത് തെറ്റായിപ്പോയെന്നും അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മനസ്സിലായിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റിയും ആവശ്യപ്പെടുന്നു. ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ്. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ പലവട്ടം ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പ്രചാരണങ്ങൾ ഇപ്രകാരമാണെന്ന് പറയാതെ വയ്യ. മലപ്പുറത്തുനിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.